റിസീവർ ക്രാഡിലിൽ നിന്നെടുത്ത് ഡയൽ കറക്കുമ്പോൾ നാരായണൻ്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് മണിയടിക്കുന്ന ശബ്ദം അയാൾ കേട്ടു. അയാൾ അക്ഷമനായി കാതോർത്ത് നിന്നു. 1 മിനിറ്റ് കഴിഞ്ഞിട്ടും ആരും എടുക്കാതെ വന്നപ്പോൾ നാരായണൻ ഒന്ന് സംശയിച്ചു. പിന്നെ വീണ്ടും ഡയൽ കറക്കി. ഇത്തവണ അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. മറുവശത്താരോ റിസീവർ എടുക്കുന്ന ശബ്ദം അയാളുടെ ചെവിയിൽ വന്നലച്ചു. ഹലോ, ഡോക്ടർ ജോസ് പ്രകാശ് അല്ലേ? നാരായണൻ പെട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം കുളിക്കുകയാണ്. മറുവശത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം അയാൾ കേട്ടു. നിങ്ങൾ ആരാണ്? ഡോക്ടറെ ഉടനെ ഒന്ന് വിളിക്കൂ. നിങ്ങൾ ആരാണ്? അദ്ദേഹം കുളിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? സ്വപ്നഭൂമിയിൽ നിന്നും നാരായണൻ വിളിക്കുന്നുവെന്ന് പറഞ്ഞാൽ മതി. ശരി, അദ്ദേഹം ഉടനെ വരും. ഞാൻ പറയാം. റിസീവർ വയ്ക്കണ്ട. നാരായണൻ നിശബ്ദനായി റിസീവറിലേക്ക് നോക്കി. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും മല്ലിക അപകടത്തിലേക്ക് നീങ്ങുകയാണ്. അയാളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. 4 മിനിറ്റ് കഴിഞ്ഞില്ല. അതിനു മുൻപ് മറുവശത്തു നിന്നും ശബ്ദമുണ്ടായി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നാരായണൻ. സോറി, ഞാൻ ബാത്റൂമിലായിരുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. താങ്കൾ ഉടനെ ഇവിടെ വരെ വരണം. അത്യാവശ്യമാണ്, നാരായണൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എന്തുണ്ട് വിശേഷം? ശബ്ദത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇന്നലെ മോൾ വന്നിരുന്നു. ആര്? മല്ലികയോ? എന്നിട്ട്? അതെ, അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട്. ശരീരമാകെ പൊള്ളുന്ന ചൂട്. എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. ഡോക്ടർ ഉടനെ വരണം. താങ്കൾ താമസിക്കുന്ന ഓരോ നിമിഷവും അവൾ അപകടത്തിലാണ്. ഞാൻ ഉടനെ വരാം. താങ്കൾ സമാധാനിക്കൂ. എനിക്കൊരു സമാധാനവുമില്ല ഡോക്ടർ. ഞാൻ കാർ അയക്കണോ? വേണ്ട, കാർ ഇവിടെ തന്നെയുണ്ട്. ഞാനിതാ വന്നു കഴിഞ്ഞു. മറുവശത്ത് റിസീവർ ധൃതിയിൽ വയ്ക്കുന്ന ശബ്ദം കേട്ട് നാരായണൻ ഒന്ന് നിശ്വസിച്ചു. നാരായണൻ ധൃതിയിൽ മല്ലികയുടെ മുറിയിൽ വന്നു. അവൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. മുഖം കൂടുതൽ വിളറിയിട്ടുണ്ട്. നെഞ്ച് ഉയർന്നു താഴ്ന്നത് വ്യക്തമായി കാണാം. അവൾ നീട്ടി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടായിരുന്നു. ജാനുവും പപ്പുവും കൊച്ചമ്മയുടെ ചാരത്ത് നിന്ന് ആ മുഖത്തേക്ക് തന്നെ നിർനിമേഷരായി നോക്കി. അവർ മ്ലാനവദനരായിരുന്നു. ആദ്യ ദിവസം തന്നെ ഇങ്ങനെയൊന്ന് ഉണ്ടായല്ലോ എന്നോർത്തപ്പോൾ ജാനുവിൻ്റെ ലോലഹൃദയം അലിഞ്ഞുപോയി. നിറഞ്ഞ കണ്ണുകൾ അവൾ മാറിലിട്ടിരുന്ന തോർത്തിൻ്റെ അഗ്രം കൊണ്ട് ആരും കാണാതെ തുടച്ചു. നാരായണൻ ബെഡിൽ വന്നിരുന്ന് സാവധാനം വിളിച്ചു. മോളെ, മോളെ മല്ലികേ. അവൾ സാവധാനം കണ്ണു തുറന്നു. തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ കണ്ണുകൾ തിരിച്ചു നോക്കി. പിന്നെ അവ അങ്കിളിൻ്റെ മുഖത്ത് തന്നെ തറച്ചു നിന്നു. അവളുടെ കൺപോളകൾക്ക് കനം വയ്ക്കുന്നത് പോലെയും അടയാൻ തുടങ്ങുന്നത് പോലെയും നാരായണന് തോന്നി. മോളെ, എന്തെങ്കിലും പറയൂ മോളെ. നിനക്ക് എന്താണ് പറ്റിയത്? ഡോക്ടർ ഇപ്പോൾ വരും. നിന്റെ അങ്കിളില്ലേ, ഡോക്ടർ പ്രകാശ് അങ്കിൾ? നാരായണൻ ഇല്ലാത്ത പുഞ്ചിരി ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ അവൾക്ക് ആനന്ദമേകിയെന്ന് തോന്നുന്നു. ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അത് വിരിയുന്നതിന് മുമ്പേ അവൾ കണ്ണുകൾ സാവധാനം അടച്ചു. പിന്നെ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്തു. പുറത്തൊരു വാഹനം വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. നാരായണൻ പിടഞ്ഞെണീറ്റ് പുറത്തേക്ക് ചെന്നു. ഡോക്ടർ ജോസ് പ്രകാശ് ആയിരുന്നു അത്. അദ്ദേഹം ഒരു ബാഗുമായി കാറിൽ നിന്നും നെറുപുഞ്ചിരിയുമായി ഇറങ്ങി. 50 വയസ്സ് തോന്നിക്കുന്ന ദീർഘകായനായ ഒരു മനുഷ്യനാണ് ഡോക്ടർ ജോസ് പ്രകാശ്. അദ്ദേഹത്തിൻ്റെ പിന്നോട്ട് ചീകിയൊതുക്കിയിരിക്കുന്ന മുടിയിൽ വെള്ളിനൂലുകൾ കാണാനുണ്ട്. ഒരു ചെറുപ്പക്കാരനെ പോലെ ഊർജ്ജസ്വലനായിരുന്നു അദ്ദേഹം. വേഗം വരൂ ഡോക്ടർ, എൻ്റെ മോള്. നാരായണൻ ഗദ്ഗകണ്ഠനായി പറഞ്ഞു. മിസ്റ്റർ നാരായണൻ ഇത്ര വികാരഭരിതനായി ഒരിക്കലും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരിക്കുന്നു. ഡോക്ടർ ഒന്നും ഉരിയാടാതെ അയാളുടെ പുറകെ അകത്തേക്ക് വന്നു. മല്ലികയുടെ മുറിയിൽ വന്ന ഡോക്ടർ ഒരു നിമിഷം ആ സുന്ദരിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴത് വാടിയ പനിനീർ പൂവ് പോലെയായിരുന്നു. ഡോക്ടർ അവളെ പരിശോധിച്ചു. ടെമ്പറേച്ചർ നോക്കി. അദ്ദേഹം വേഗം സിറിഞ്ചെടുത്ത് ഒരു മരുന്ന് നിറച്ച് അവളുടെ ഉരത്തിൽ ഇഞ്ചക്ട് ചെയ്തു. കുട്ടിക്ക് 98 ഡിഗ്രി പനിയുണ്ട്. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഡോക്ടർ പറഞ്ഞു. നാരായണൻ ഡോക്ടറുടെ മുഖത്തേക്ക് ഒരു ഞെട്ടലോടെ നോക്കി. ഭയപ്പെടാനൊന്നുമില്ല. 2 ദിവസം കൊണ്ട് സുഖമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ നാരായണൻ്റെ പുറത്ത് തട്ടി. അദ്ദേഹം ഭംഗിവാക്ക് പറയുന്നതാണെന്ന് നാരായണന് തോന്നി. ഒരു ഡോക്ടർ അങ്ങനെയല്ലാതെ പറയുമോ? സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിയുമ്പോൾ പറയും, ഐ ആം സോറി. ഡോക്ടർ, എൻ്റെ മോള്. കുഴപ്പമില്ലെന്ന്. നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളെപ്പോലെ തുടങ്ങിയാലോ? കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ലെന്ന്. ഇത്രയും വർഷങ്ങളായിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? നാരായണൻ പിന്നെയൊന്നും പറഞ്ഞില്ല. ഉടനെ കുട്ടപ്പനെ വിളിച്ച് ഷെഡിൽ നിന്നും കാറിറക്കി. ഡോക്ടറും കൂടിയാണ് മല്ലികയെ എടുത്ത് കാറിൽ കയറ്റിയത്. നാരായണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അയാൾ ആരും കാണാതെ കണ്ണുകൾ തുടച്ചു. മുതലാളിയോടൊപ്പം പപ്പുവും കൂടി കാറിൽ കയറി. 2 കാറുകളും ഗേറ്റ് കടന്ന് വളവ് തിരിഞ്ഞ് റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള റോഡിലൂടെ പാഞ്ഞുപോയി. ഭഗവാനെ, എൻ്റെ മോൾക്കൊന്നും സംഭവിക്കരുതേ. കാർ വേഗം പായുമ്പോൾ നാരായണൻ മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ ഒരു പ്രത്യേക മുറിയിലാണ് മല്ലികയെ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർ തൻ്റെ അസിസ്റ്റൻറ്റിനെയും കൂട്ടി മല്ലികയെ ചെക്കപ്പ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞ് അവൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് ഡോക്ടർ നാരായണൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു.
അവൾ അപകട മേഖലയിലായിരുന്നു. തക്ക സമയത്ത് എന്നെ അറിയിച്ചത് നന്നായി. വളരെ വിദഗ്ധമായ ചികിത്സയാണ് അവൾക്ക് കിട്ടിയത്. ഇവിടെ ഒരു രോഗിക്കും കിട്ടാത്തത്. അവൾ എൻ്റെ കുട്ടിയല്ലേടോ. ഈ കൈകളിൽ കിടന്നല്ലേ അവൾ വളർന്നത്. താനിതൊക്കെ പെട്ടെന്ന് മറന്നുവെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർ ജോസ് പ്രകാശ് ചിരിച്ചു. നാരായണനും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇനി ഇവിടെ ആരും വേണമെന്നില്ല. മല്ലികയ്ക്ക് വേണ്ടി ഒരു നേഴ്സിനെ ഞാൻ പ്രത്യേകം നിയോഗിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും എപ്പോഴും ഉണ്ടാകും. താൻ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. പല്ല് പോലും തേച്ചില്ല അല്ലേ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. താനെന്താ ഒന്നും മിണ്ടാത്തത്? ഈ സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു, നാരായണൻ സാവധാനം പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഗണേഷ് അന്ന് എനിക്ക് ഇവിടെ ഒരു ഡിസ്പെൻസറി തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് ഈ നിലയിലെത്തുമായിരുന്നില്ല. എൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് മല്ലികയുടെ ഡാഡിക്കുണ്ട്. എന്നെ സ്നേഹിച്ചവരെ, എന്നെ സഹായിച്ചവരെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. പണവും പ്രതാപവും എപ്പോഴും കണ്ടെന്നു വരില്ല. ഈ ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും അവൻ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ ഒരു മുറി വീട് പോലും കൊണ്ടുപോകുന്നില്ല. പിന്നെ നമ്മളെന്തിനു വേദനിക്കുന്ന സഹജീവിയുടെ നേരെ കണ്ണടയ്ക്കുന്നു? ഡോക്ടറുടെ കാറിലാണ് അവർ ഡോക്ടറുടെ താമസ സ്ഥലത്തേക്ക് പോയത്. ഹോസ്പിറ്റലിൽ നിന്നും 1 മൈൽ കൂടുതൽ അകലമില്ലാത്ത ഒരു മലഞ്ചെരുവിലായിരുന്നു ഡോക്ടറുടെ വീട്. ഒരു വലിയ കെട്ടിടം കരിങ്കല്ലുകൾ കൊണ്ടായിരുന്നു അതിൻ്റെ ഭിത്തികൾ കെട്ടിയിരുന്നത്. കെട്ടിടത്തിന് ചുറ്റും പൈൻ, സൈപ്രസ് തുടങ്ങിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അവിടെ സായിപ്പിനെ പോലെ തോല് പൊളിഞ്ഞ യൂക്കാലിപ്സ് മരങ്ങളും കാണാം. കാർ വീട്ടുമുറ്റത്തെ മണലിൽ ഞരങ്ങി നിന്നു. അവിടെ നിന്നാൽ നോക്കെത്താത്ത ദൂരത്തിൽ പച്ച പട്ടുടയാട ചാർത്തിയതുപോലെ പരന്നു കിടക്കുന്ന സ്വപ്നഭൂമി, ടീ എസ്റ്റേറ്റും അതിൻ്റെ ഫാക്ടറിയും. വടക്കുവശത്ത് ഉയർന്നു നിൽക്കുന്ന മലകളും കാണാമായിരുന്നു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ കട്ടപിടിച്ച് കിടന്ന മൂടൽമഞ്ഞിനിടയിലേക്ക് സൂര്യപ്രകാശം ഇഴഞ്ഞിറങ്ങുന്നത് കാണാം. ഡോക്ടറുടെ വീട്ടിൽ വെച്ചാണ് നാരായണൻ പ്രഭാത കൃത്യങ്ങൾ കഴിച്ചത്. ഇന്ദു എന്നൊരു പെൺകുട്ടിയായിരുന്നു ഡോക്ടറുടെ അടുക്കളക്കാരി. അവൾ മാത്രമേ ആ കൂറ്റൻ കെട്ടിടത്തിനുള്ളിൽ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ നാരായണൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ദു അവർക്ക് ഭക്ഷണം വിളമ്പി. ചൂടുള്ള അപ്പവും ചിക്കൻ കറിയും. നിങ്ങൾക്കിനിയെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കൂടെ ഡോക്ടർ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരായണൻ തിരക്കി. ഇത് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? എന്നാലും ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഈ ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് എൻ്റെ ഗവേഷണങ്ങളുമായി ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടണമെന്നാണ് ആഗ്രഹം. എനിക്ക് ചില തിയറികൾ ഉണ്ടാക്കണം. അവയൊന്നും ഞാൻ പറയില്ല. താങ്കൾ നോക്കിക്കോ. താങ്കൾ ഇപ്പോൾ വിവാഹം കഴിച്ചു കുട്ടികളുണ്ടായാൽ ആ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെപ്പറ്റി പഠിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ തിയറികളും ഫോർമുലകളും പഠിക്കും. നിങ്ങളെന്താ ചിരിക്കുന്നത്? ഈ എസ്റ്റേറ്റിൽ കിടന്ന് എൻ്റെ മനസ്സും പാണ്ടിക്കാരുടേതുപോലെ ഉറഞ്ഞു മഞ്ഞുകട്ടയായെന്ന് കരുതിയോ? അതിപ്പോഴും ഉരുകി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പുതിയ പുതിയ ശാസ്ത്ര രഹസ്യങ്ങൾ പുറത്തു വരും. ഡോക്ടർ ഒരു കഷ്ണം മാംസം ചവച്ചരച്ചു. നാരായണൻ നിശബ്ദനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അതിരിക്കട്ടെ മിസ്റ്റർ, ഡോക്ടർ തുടങ്ങി. എന്താണ് ആ കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ കാരണം? അവൾ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ശക്തിയായ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട്. നാരായണൻ ഡോക്ടറുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണ് സംഭവിച്ചത്? നാരായണൻ രാത്രി സംഭവിച്ചത് മുഴുവൻ കൃത്യമായി പറഞ്ഞു. ഡോക്ടർ നിമിഷങ്ങളോളം നിശബ്ദനായിരുന്നു. നിങ്ങൾ കേട്ട ആദ്യത്തെ ശബ്ദം മല്ലികയുടേതായിരിക്കണം. അവൾ മോഹാലിസപ്പെട്ട് ബെഡിൽ കിടന്നപ്പോൾ ഉറങ്ങുകയാണെന്ന് നിങ്ങൾ ധരിച്ചു. അങ്ങനെയാവാനാണ് സാധ്യത. പപ്പുവിനെ ആക്രമിച്ച മനുഷ്യനെ തന്നെയായിരിക്കും അവൾ കണ്ടത്. വിശദമായി നമുക്ക് മല്ലികയിൽ നിന്നും അറിയാം. വൈകുന്നേരമാകുമ്പോഴേക്കും അവളോട് സംസാരിക്കാൻ കഴിയും. ആരായിരിക്കും ആ മനുഷ്യൻ? നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? നാരായണൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പപ്പു ആളെങ്ങനെയാണ്? അവനെ വിശ്വസിക്കാമോ? പാവം, അവനൊരു ശുദ്ധനാണ്. എങ്കിൽ ആ ശൽക്കങ്ങളുള്ള മനുഷ്യൻ? എനിക്കറിയില്ല ഡോക്ടർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നല്ലോ. അയാൾ ഇപ്പോഴുമുണ്ട്. ഞാൻ രാത്രിയിൽ തന്നെ അവനെ വിളിച്ച് അന്വേഷിച്ചു. മതിൽക്കെട്ടിനുള്ളിലേക്ക് ഒരാൾ കടക്കുന്നത് അവൻ കണ്ടില്ല. എൻ്റെ നിർദ്ദേശപ്രകാരം അവൻ അവിടെ മുഴുവൻ പരിശോധിക്കുകയും ചെയ്തു. എവിടെയോ കുഴപ്പങ്ങളുണ്ട് മിസ്റ്റർ നാരായണൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. പോലീസിൽ വിവരമറിയിച്ചോ? എന്തിനെ? ഇവിടെ വല്ലവരും ചത്തോ? നാരായണൻ ചായ വലിച്ചു കുടിച്ചതിന് ശേഷം കപ്പു കാലിയാക്കി. കൊലപാതകവും മോഷണവും അന്വേഷിക്കുക മാത്രമല്ല പോലീസിൻ്റെ ജോലി. പൗരൻ്റെ ജീവനും സ്വത്തിനും അവൻ സംരക്ഷണം നൽകുകയും വേണം. നമ്മുടെ ചുറ്റും അജ്ഞാതമായ രഹസ്യങ്ങൾ വേട്ടയാടാനായി പതിയിരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെടാം. അവർ അന്വേഷിക്കും, രഹസ്യങ്ങളുടെ മറ നീക്കും. വരട്ടെ, സമയമായില്ല.
ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയട്ടെ. പോലീസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണുള്ളത്. ശൽക്കങ്ങളുള്ള മനുഷ്യമുഖമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞോ? അതുപോലെയാണ് പോലീസും. നാരായണൻ ഭക്ഷണം നിർത്തി എഴുന്നേറ്റു. ഇതിനു മുമ്പ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിസിറ്റിംഗ് റൂമിൽ വന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് പുക എടുത്തുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നത്. ഡോക്ടർ തടിച്ച അധരങ്ങൾക്കിടയിൽ സിഗരറ്റ് തിരുകി എന്തോ ആലോചിച്ചിരുന്നു. നാരായണൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മല്ലിക ഉണർന്നു കിടക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് രക്തപ്രസാദം ഉണ്ടായിട്ടുണ്ട്. അങ്കിളിനെ കണ്ട് അവൾ പുഞ്ചിരിച്ചു. സംസാരിക്കാൻ ഡോക്ടർ അനുവദിച്ചില്ല. ഉത്സാഹത്തോടെയാണ് നാരായണൻ ബംഗ്ലാവിലേക്ക് തിരിച്ചത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ചലച്ചിത്രഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തു. യെസ്, നാരായണൻ ഹിയർ. വെൽക്കം മിസ്റ്റർ നാരായണൻ. മറുവശത്തു നിന്നും ഒരു പരുക്കൻ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി. മൗത്ത് പീസിലേക്ക് തുറച്ചു നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു. എന്നെ അറിയില്ലേ? മിസ്റ്റർ രാമദാസ്. ഞാൻ നാളെ 4 മണിക്ക് ബംഗ്ലാവിൽ വരും. എന്തിന്? നാരായണൻ പെട്ടെന്ന് ചോദിച്ചു. അതിന് മറുപടി എന്ന വണ്ണം മറുവശത്തു നിന്നും ഒരു പൊട്ടിച്ചിരി കേട്ടു. അതിൻ്റെ അവസാനം അയാൾ പറഞ്ഞു, നിന്റെ തലയെടുക്കാൻ. നാരായണൻ്റെ കയ്യിലിരുന്ന് റിസീവർ വിറച്ചു.